ആദ്യം കണ്ടിട്ട് വന്നിരുന്ന എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം നിങ്ങള് എപ്പിസോഡ് ഫുൾ കണ്ടിട്ട് ഞാൻ ഉണ്ടായിരുന്ന ആ 27 ദിവസവും കണ്ടിട്ട് വന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നിട്ട് ഞാൻ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുക. അല്ലാതെ ഇനി ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ജാസ്മിനെ എന്നല്ല, അതിനകത്തുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? സംസാരിക്കുന്ന ശബ്ദം ഉയർത്തുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു. ഇത്രത്തോളം ശബ്ദം ഉയർത്തിട്ട് അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്ന ഒരാളാണ് ഞാൻ. ഭൂമിയോളം ക്ഷമിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ബേസ്റ്റ് ഔട്ട് ഉണ്ട്. ആ ബേസ്റ്റ് ഔട്ട് എന്റെ ചുറ്റും നിൽക്കുന്നവരെയൊക്കെ കത്തിച്ചു കളയും. അവര് ഫേക്ക് ആയിട്ട് തന്നെയാണ് ആ ഒരു ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് അവിടെ നിൽക്കുന്നവരെയും തോന്നിയത്. ഇതെല്ലാം അവരുടെ ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനും ചന്തിക്കിട്ട് ഞാൻ കൊടുക്കട്ടെ എന്ന്. അടിക്കാൻ തോന്നിയിട്ടുള്ള ഒരാളാരാ അവിടെ? അത് ജാസ്മിന് തന്നെയാണ്. സത്യം പറഞ്ഞ ജാസ്മിന് തന്നെയാണ് നല്ല രണ്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള പല സമയത്തും. അകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കുറച്ച് പോർഷൻസേ ഉള്ളൂ, ബാക്കി ചുറ്റുമുള്ള നമ്മൾ കാണുന്നില്ല. പുറത്തിറങ്ങി നിങ്ങൾ ജനങ്ങളാണ് ബാക്കി എല്ലാം കാണുന്നത്. ഞാനാണ് ഗബ്രിയോട് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ ആഴ്ച ഒരു തുടങ്ങിയ സമയത്ത് അത് ടെലികാസ്റ്റ് ആയോന്ന് പോലും എനിക്കറിയില്ല. ഗബ്രി വന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് പേഴ്സണലി, ജാസ്മിൻ ഒന്ന് പോയി കുളി മോളെ. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, പോയി കുളിയടി എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കൂടുതലും നിങ്ങൾ ശ്രീരേഖ എവിടെയാ കിച്ചൺ ഏരിയ കണ്ടത്? എവിടെയാ കണ്ടത് പറ. നിങ്ങൾ എടുത്ത് ക്യാമറ ഉള്ളിടത്ത് പോയി നിന്ന് ശ്രീരേഖ കഥ വെച്ചിട്ട് പത്രം ഇങ്ങനെ എന്തെങ്കിലും അറിയാൻ കൊടുത്ത 1 മണിക്കൂർ അതും കൊണ്ട് ക്യാമറയെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ശ്രീരേഖ ചെയ്തത്. ശ്രീരേഖയ്ക്ക് കുക്കിംഗ് അറിയില്ലെന്ന്. യെസ്. സോ ഹായ്, ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പറയിൽ കുറേയേറെ വിശേഷങ്ങളുമായിട്ട് പല അതിഥികളും ഇവിടെ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ പറയിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്, ഹോട്ട് സീറ്റ്. സോ അങ്ങനെ ഒരു അധ്യായം തുടങ്ങുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു വ്യക്തി കൂടി അവിടെ വരേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചാ വിഷയങ്ങളിലും ഇപ്പോൾ ബിഗ് ബോസ് കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിലപാടിൻ്റെയും ഉറച്ച ശബ്ദത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പുറത്താക്കലിൽ ഞെട്ടലിലാണ് പ്രേക്ഷകരും. അതുപോലെ തന്നെ പുറത്താക്കിയ വ്യക്തി ആരാണെന്നല്ല. ഇന്ന് ഹോട്ട് സെറ്റിൽ നമ്മോടൊപ്പം ചേർന്നു യമുന റാണി. നമസ്കാരം. നമസ്കാരം. ആക്ച്വലി ഇതുവരെ യമുന ചേച്ചിന് മുമ്പ് കണ്ടിട്ടുള്ള അതായത് ഒരു സംസാര ശൈലിയും അല്ലെങ്കിൽ വേഷവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഹോട്ട് സീറ്റിൽ തുടങ്ങുമ്പോൾ ഇന്ന് കൃത്യമായിട്ടൊരു അപ്പിയറൻസിൽ കൂടെ മാറ്റം വന്നു എന്ന് പറയുന്നത് ഭയങ്കര അപൂർവമാണ്. ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇങ്ങനെയൊക്കെ തന്നെ നടക്കാൻ തന്നെയാണ്. ആഫ്റ്റർ 40 എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല? പിന്നെ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പലരും കമന്റ്സിന്റെ അടിയിൽ, ഒരുപാട് പേരില്ലേലും ഒരു 10% ചെറുപ്പക്കാരായിരിക്കുമല്ലോ, അത് അമ്മച്ചി ഈ ഫാഷൻ ഷോ കാണിച്ച് അങ്ങനെ മറ്റേ മുട്ടുവേദന നടുവേദന എന്നൊക്കെ പറഞ്ഞ് ഞാൻ ട്രോളുകളും അതും ഇതൊക്കെ കണ്ട്. എന്നെ സംബന്ധിച്ച് ഈ കഥ കൂടെ എടുത്ത് ഈ കഥ കൂടെ കളയുന്ന ഒരാളാണ്. അതല്ല, ഐ വിൽ ഡു ഇറ്റ് അഗെയിൻ. അതാണ് എൻ്റെ പോളിസി. ഇനി ഇത് തന്നെ ഞാൻ ആവർത്തിക്കും. ഇനിയും ഫാഷൻ ഷോസ് വന്നാൽ ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്നതല്ല ഞാൻ ചെയ്യും. ഞാൻ പ്രൂവ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ന് ഇരിക്കുന്നത് ഹോട്ട് സീറ്റിലാണ്. കുറച്ച് ചൂട് കൂടും. ചൂട് കൂടുവോ? അതെ, അവിടെയും കൂടും. ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഫേസ് ചെയ്യാൻ റെഡിയാണോ? നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തരും. ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് നല്ലത് മോശമാണെന്നത് മനസ്സിലാക്കാൻ? അല്ല, നിങ്ങൾ ചിലപ്പോ ഈ ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ മീഡിയാസ് ചോദിക്കുന്ന ഈ വളച്ചു കുത്തി ഉള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതിന് തക്കതായി എന്താ പറയാ മറുപടി ഞാൻ തിരിച്ചു തരും. അത്രേ ഉള്ളൂ. യമുന റാണി എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് അല്ലെ? അതിപ്പോ എന്ത് തരം സിറ്റുവേഷനിലാണെങ്കിലും നേരെ നോക്കി സംസാരിക്കുന്നു, നേരെ പോകുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ നേരെ തന്നെ ചോദിക്കാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഉത്തരങ്ങളും ഞാൻ ആ രീതിയിൽ പ്രതീക്ഷിച്ചോട്ടെ. ഉറപ്പായിട്ടും. സ്വാഭാവികമായിട്ട് ഇപ്പോ വാർത്തകളിലും അല്ലെ വിശേഷങ്ങളിലും ബിഗ് ബോസ് എപ്പോ വന്നാലും അതിനൊപ്പം വരുന്നൊരു വാക്കാണ് ജബ്രി എന്നുള്ളത്. ആക്ച്വലി ജാസ്മിൻ ഗബ്രി. ഈ തുടക്കകാലത്ത് ഇപ്പോൾ പലതരം വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബിഗ് ബോസ് വീടിനകത്ത് ആദ്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തതും അവർക്കൊപ്പം ചേർന്ന് സംസാരിച്ച ഒരു ശബ്ദം യമുന റാണിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അല്ലെ? ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പുറത്തു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് ആ സമയത്ത് എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്ന കാഴ്ചകളും ഞാൻ കേട്ട കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞത്. അത് പിന്നീട് ചിലപ്പോൾ മാറാം. ഞാൻ ആ സമയത്ത് ആ പറയുന്ന സമയത്ത് എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ പോയിന്റ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ച് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു ഞാൻ. അപ്പൊ അങ്ങനെ പറയില്ല. ഇനി നമ്മൾ പോകുന്ന അടുത്തൊരു സെഗ്മെന്റിലോട്ടാണ്, കൗണ്ടർ പോയിന്റ്. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും.
അതിൽ ചേച്ചിയുടെ മറുപടി നിലപാടും എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയേണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, യമുന റാണി ബിഗ് ബോസിന് പറ്റിയൊരു മത്സരാർത്ഥിയല്ല. ആര് പറഞ്ഞു? ഞാനാണ്. ഞാൻ ആയതുകൊണ്ടല്ലേ ആദ്യത്തെ 2 ആഴ്ച ഫുൾ പോയ കണ്ടന്റ് മുഴുവൻ യമുന റാണി എന്ന വ്യക്തിയിലൂടെ തന്നെയാണ്. യമുന റാണി തന്നെയായിരുന്നു അതിന്റെ സെന്റർ ഓഫ് എന്താ പറയാ അട്രാക്ഷൻ, കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ പോലും അറിയാതെ അതിൽ വന്ന് പെട്ടതാണെങ്കിൽ കൂടിയും ഞാൻ തന്നെ ആയിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ. ഒരു പ്ലാനും ഇല്ലാതെ ഗെയിമിൽ വന്നിട്ട് ആദ്യത്തെ 2 ആഴ്ച ഇത്രയും ജനങ്ങൾ ആ ഷോ ഇത്രയും ഇതായിട്ട് കണ്ടു തുടങ്ങിയ ആദ്യത്തെ 2 ആഴ്ചയാണല്ലോ പബ്ലിക്കിന് ഇത് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളൊരു ഇത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു ഇത് കണ്ടന്റ് കൊടുത്തത് യമുന റാണി തന്നെയാണ്. ഈ അവകാശവാദം ശരിക്കും അനാവശ്യമല്ലേ? ഒരു അനാവശ്യമല്ല, ഒരു പൊങ്ങച്ചുമല്ല. ആദ്യത്തെ 2 ആഴ്ചത്തെ എപ്പിസോഡ്സ് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കൂ, അപ്പൊ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് ഇത്രയും വന്ന് ആ ഷോയ്ക്ക് വന്നു, ഇത്രത്തോളം കണ്ടന്റ് ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ അവിടെ കണ്ടന്റ്സ് കൊടുത്തത് ഞാനാന്ന് അവകാശപ്പെടുമ്പോഴും പുറത്ത് 30 ദിവസമാകുമ്പോൾ വന്ന് പുറത്താവും ചെയ്തു. അവകാശവാദങ്ങളിൽ എങ്ങനെയാണ് ശരിയുണ്ടാവുന്നത്? അവകാശവാദം ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. എനിക്ക് പുറത്ത് നിൽക്കുന്ന പബ്ലിക് അല്ലെങ്കിൽ പുറത്ത് കാണുന്നവരെന്ത് പറയുന്നു അതെന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആണ് പറയുന്നത്. സ്ട്രൈറ്റ് അവൻ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. ഞാൻ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരാഴ്ച ഇറങ്ങാതെ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇവിടെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാണുന്നുണ്ടല്ലോ, അതെല്ലാം അത് 5-ാമത്തെ ആഴ്ച ഞാൻ പൊളിച്ചടുക്കി കൊടുത്തേനെ. ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ പോലും ബിഗ് ബോസിന്റെ മുഖം ഞാനായിരുന്നു എന്നുള്ളൊരു അവകാശവാദം പറഞ്ഞ പോലെ അപ്പൊ ലാലേട്ടൻ അംബാസിഡർ അവതാരം തോന്നിപ്പോടും. ലാലേട്ടൻ തന്നെയാണ് അതിന്റെ ആള്. ലാലേട്ടന്റെ കഴിഞ്ഞ ആർക്കും ഒന്നും പറ്റൂല. ഞാൻ അതിലെ കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ അതിൽ പങ്കെടുത്ത ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞത്. ലാലേട്ടനാണല്ലോ ആ ഷോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ പറഞ്ഞ അതിലെ കണ്ടസ്റ്റന്റ് ഗെയിം കളിക്കുന്ന ഇത്രയും പേര് 19 പേര് വന്നതിൽ ആദ്യത്തെ 2 ആഴ്ച യമുന റാണി തന്നെയായിരുന്നു കണ്ടന്റ് കൊടുത്തത്. അതിൽ ഒരു സംശയമില്ല. ഇനി തിരിച്ചു വിളിച്ചാ പോവോ? തീർച്ചയായിട്ടും പോവും. അങ്ങനെ വിളി വരുന്ന പ്രതീക്ഷയുണ്ടോ? അത് വിളി വരുമോ എന്തോ എനിക്കറിയില്ല. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു ഷോയുടെ പുറകിൽ ഒരുപാട് വലിയ ടീം വർക്കാണത്. അപ്പൊ അവര് വിളിച്ചാൽ അവർക്ക് തോന്നി യമുന വന്നാൽ ഇനി ഷോയിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഷോയ്ക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കണ്ടന്റ്സ് കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുമെന്നോ തോന്നിയാൽ വിളിച്ചാൽ എന്തായാലും പോവും. അങ്ങനെ പോയി ബിഗ് ബോസ് വീടിനകത്ത് ചെന്നാൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? അതിപ്പോ ഞാൻ പറയില്ല. ഇപ്പൊ അത് പറയില്ല. ഇത് വന്നു നമ്മൾ തുടങ്ങിയത് തന്നെ കൗണ്ടർ പോയിന്റ് ആണ്. അതെ, എനിക്ക് പറയാൻ പറ്റുന്ന മാത്രമേ ഞാൻ പറയുള്ളൂ. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുമ്പം സ്ട്രൈറ്റ് ആയിട്ട് അത് പറയണം. അത് ഒരാളെ മാത്രമല്ലല്ലോ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറെ അധികം പേരുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇപ്പൊ പറയില്ല. അപ്പൊ ഒന്നിൽ കൂടുതൽ എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് ഇപ്പൊ പിന്നെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല, പറയില്ല. അപ്പൊ ഈ സ്ട്രൈറ്റും നിലപാടും നിങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഓൾറെഡി ഇവിടെ വന്ന് പറഞ്ഞു ബിഗ് ബോസിനകത്ത് വെൽ പ്ലാൻഡ് ആയിട്ട് എത്തുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ ജാസ്മിനും ഗബ്രിയും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ എത്തിയെന്ന് തോന്നുന്നുണ്ടോ? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എത്തിയോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, അവരവരുടെ ഗെയിം പ്ലാൻ ചെയ്ത് എത്തിയിട്ടുണ്ടാവും. അവർ ഒരുമിച്ചുള്ള കോംബോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എത്തിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് ഒരു കോംബോ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. കാരണം അത് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടതാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ഞാൻ ശക്തമായിട്ട് അന്ന് പറഞ്ഞത് ഇവരൊരു ഗെയിം പ്ലാൻ ആണെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രണയം നാടകമാണെന്നാണ് പറയുന്നത്. അത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നും ഞാൻ പറഞ്ഞല്ലോ, ഇവർ കാണിക്കുന്ന ഈ പ്രണയം എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ മൊത്തം ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു ഗെയിം പ്ലാൻ ആണ് അവരുടെ. പക്ഷെ അത് അവരുടെ കയ്യിൽ നിന്ന് ഫ്ലോപ്പായി പോയോ എന്നുള്ളത് എനിക്ക് ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഈ ഇടയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശ സാധനം അവരുടെ കയ്യിൽ നിന്ന് വിട്ടു പോയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ഇതൊരു ഗെയിം പ്ലാൻ ആണ്, നിങ്ങൾ പറയുന്നത് പോലല്ല. നിങ്ങൾ ഉദ്ദേശിക്കണം അവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് അവരുടെ റിലേഷനെ വേറൊരു തരത്തിലേക്ക് എല്ലാവരും സംസാരിച്ചപ്പോൾ ഞാൻ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല, അവർ രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലാണ് അവരുടേത്. ഇതൊരു ഗെയിം പ്ലാൻ ആണ്. എല്ലാവരുടെയും കണ്ണി പൊടിയിടാൻ വേണ്ടി അവരൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി ആ ഒരു നാടകമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഓപ്പണായി പറഞ്ഞു. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇപ്പം ഞാൻ ചില എപ്പിസോഡ്സുകളും ലൈവിലൊക്കെ കാണുമ്പോഴും ഒക്കെ എനിക്ക് തോന്നി അവരുടെ ആ ഗെയിം പ്ലാൻ കയ്യിൽ നിന്ന് പോയോ എന്ന് എനിക്കറിയില്ല. പോകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഗബ്രി ജാസ്മിന്റെ കയ്യിൽ മുത്തിയൊരു സീൻ ഉണ്ടായിരുന്നു. ആ കിസ് സീൻ ഇവിടെ വന്ന് പല ട്രോളുകളും പല വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അതൊരു ഫേക്ക് ആയിട്ടാണ് തോന്നിയത്. അത് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണോ? അവര് ഫേക്ക് ആയിട്ട് തന്നെയാണ് ആ ഒരു ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് അവിടെ നിൽക്കുന്നവരെയും തോന്നിയത്. ഇതെല്ലാം അവരുടെ ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇത് എന്തുകൊണ്ടാണ് അവിടെ എന്നുള്ള രീതിയിലേക്ക് ഇത് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പരിഗണനകളുടെ ഭാഷയല്ലാതെ സംസാരിക്കാൻ പറ്റാഞ്ഞ എന്തുകൊണ്ടാണ്? അതാ ഞാൻ പറഞ്ഞ ആ പരിഗണന എന്ന് പറയുന്ന മൂന്നാമത്തെ ആഴ്ച മുതൽ എനിക്കത് മാറിയിരുന്നു. മൂന്നാമത്തെ ആഴ്ച മുതൽ ആ ഒരു പരിഗണന ഇവർക്ക് കൊടുക്കുന്നതിലുള്ളൊരു മാറ്റമാണ് ആ മൂന്നാമത്തെ ആഴ്ച ഞാൻ ഒന്ന് സൈലന്റ് ആയത്. കാരണം എനിക്ക് ഇവരോട് എങ്ങനെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരോട് ഞാൻ ഇനി പ്രതികരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരും. കാരണം മുന്നോട്ട് ഗെയിമിൽ ഞാൻ നിന്നാൽ പ്രതികരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം അത് എൻ്റെ വാക്കുകൾ അതിശക്തമായിരിക്കുമെന്ന് എനിക്ക് എന്നെക്കുറിച്ച് അറിയാം. കാരണം എൻ്റെ ലൈഫ് ലോങ് ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ലൈഫിൻ്റെ വന്ന് ഞാൻ ഇപ്പോൾ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് വരെ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളും എനിക്കറിയാം, പലതും. കാരണം ഞാൻ അത്രയും ക്ഷമിച്ച് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അല്ല, ആദ്യം ഒന്ന് ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്ന ഒരാളാണ് ഞാൻ. ഭൂമിയോളം ക്ഷമിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ബേസ്റ്റ് ഔട്ട് ഉണ്ട്. ആ ബേസ്റ്റ് ഔട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെയൊക്കെ കത്തിച്ച് കളയും. അതാണ് സത്യം എൻ്റെ ലൈഫിൽ. അപ്പം അവിടെയും ഞാൻ ഇനി അങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അത് തന്നെയായിരുന്നു സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വയസ്സിന് എളുപ്പമുള്ള കുട്ടികളാണ്. ഞാൻ അത്രയും അതിശക്തമായി അവരെ പ്രതികരിച്ച് കഴിയുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി ഇവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് എൻ്റെ മനസ്സിൽ. കുട്ടികളാണ്, അവർക്കൊരു ഫ്യൂച്ചറുണ്ട്. ഞാനപ്പോൾ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്ന ആ ശക്തി കുറച്ച് കാഠിന്യം അത്രയും കൂട്ടണോ, അത് ഒരു ലെവൽ പടി താഴ്ത്തി വേണോ സംസാരിക്കേണ്ടതെന്നുള്ളൊരു എന്താ പറയാ, ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ആ മൂന്നാമത്തെ ആഴ്ചയാണ് ഞാൻ ഒന്ന് സൈലന്റ്. പുറത്തിറങ്ങിയപ്പോൾ തോന്നിയില്ല ഇത്രത്തോളം നന്മമാരുടെ ഉള്ളിൽ കളിക്കണ്ടായിരുന്നു? തോന്നി, തീർച്ചയായിട്ടും തോന്നി. അത് നാലാമത്തെ ആഴ്ച തന്നെ തോന്നിയായിരുന്നു. മാറി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും. ഞാനിപ്പോ പുറത്ത് നിന്ന് വരുന്ന വാർത്തകളും അല്ലെങ്കിൽ വിശേഷങ്ങളും അവിടെ അറിയുന്നത് അവിടെയുള്ള നമ്മുടെ ഗെയിം പ്ലാനോ അല്ലെങ്കിൽ നമ്മളിപ്പോ എങ്ങനെയാണ് പ്രേക്ഷകർ നമ്മളെ കുറിച്ച് കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യമില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ജാസ്മിന് വീട്ടിൽ നിന്നൊരു കോൾ വരുന്നത്, അല്ലെ, ഉപ്പയുടെ കോൾ വരുന്നത്. എന്ത് സംസാരിക്കുന്നു, എങ്ങനെയുള്ളത് എന്നുള്ളത് പൂർണ്ണമായിട്ടും പ്രേക്ഷകർ കാണുന്നില്ല. മത്സരാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളും അറിയുന്നില്ല. അറിഞ്ഞിരുന്നോ? ഇല്ല, അറിഞ്ഞിരുന്നില്ല. കോള് വന്നേ അറിയാം, അച്ഛനിങ്ങനെ സർജറി, ഹാർട്ടിന് ബ്ലോക്ക് സർജറി ആണെന്നുള്ള വിഷയം ഒരു കോള് വന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആശ്വസിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ ജാസ്മിൻ എന്നോട് തന്നെ പറഞ്ഞു. ചേച്ചി ഒന്ന് പറ എന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. അന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പൊ പുറത്തിറങ്ങി പലതും കാണുമ്പോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അതിലൊരു കാരണം അല്ല. നമ്മൾ കാണുമ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പുറത്തിറങ്ങിയിട്ട് കുറെ എപ്പിസോഡ്സ് കാണുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനൊരു ഇത്രയും വലിയൊരു പ്രോബ്ലമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നൊരു ഇതായിരിക്കും. പക്ഷെ അത് പുറത്തിറങ്ങി നമ്മൾ ഈ പറഞ്ഞ കണക്ക് അകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കുറച്ച് പോർഷൻസേ ഉള്ളൂ, ബാക്കി ചുറ്റുമുള്ള നമ്മൾ കാണുന്നില്ല. പുറത്തിറങ്ങി നിങ്ങൾ ജനങ്ങളാണ് ബാക്കി എല്ലാം കാണുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പിന്നെ എപ്പിസോഡ്സ് ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ജാസ്മിൻ ഭയങ്കര ഓക്കെ ആയി നോർമലായിട്ട് അവിടെ ബിഹേവ് ചെയ്യുന്ന വാർത്ത അറിഞ്ഞപ്പോ ജാസ്മിൻ കരഞ്ഞത് വരെ ഫേക്ക് ആയിരുന്നു, അതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പോ. അല്ല, അത് ഞാൻ പറഞ്ഞ പുറത്തിറങ്ങി ചില എപ്പിസോഡ്സ് കണ്ടപ്പോൾ എനിക്കിപ്പോ തോന്നുന്നു അതും ഈ കണ്ടന്റ് ക്രിയേറ്റിംഗിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അറിഞ്ഞു, അവിടെ നിന്നുകൊണ്ട് അതിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ ഒരു കോൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയുന്നു. ഇവിടെ വരുമ്പോ കിട്ടുന്നത്, കാണുമ്പോ കിട്ടുന്ന ഒരു പിക്ചർ ഒന്ന് വേറെയാണ്. അതാ ഇവിടെയാണ് തോന്നുന്നത് ഇതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നുള്ളത്. അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു എങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ബിഗ് ബോസ് ഹൗസിൽ നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു? ബിഗ് ബോസ് നടത്തിയാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നതല്ലേ, ആ കോളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. അത് സംസാരിച്ചവർക്ക് മാത്രമേ അറിയൂ, ബിഗ് ബോസിനും അറിയാൻ കഴിയില്ലല്ലോ. എങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നടത്തി ഇങ്ങനെ വന്നു, ഒരു കോൾ വന്നു, സംസാരിച്ചു. ജാസ്മിൻ എന്തിനാണ് അതിനെ മുതലെടുക്കാൻ എന്തിനായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ അത് എന്ത് ഗെയിം പ്ലാന്റെ പേരിലായിരിക്കും? ചിലപ്പോൾ ഒരു ഇമോഷണൽ ഡ്രാമ പബ്ലിക്കിനെ കയ്യിലെടുക്കാനായിരിക്കാം. ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമല്ലേ, അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൂടെ നമുക്ക്? എങ്കിൽ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് അവിടെ വന്നു എന്നുള്ളത് യനു ചേച്ചി തന്നെ പറയുന്നു. ഇത് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രഡിക്ട് ചെയ്യാത്ത പോകുന്ന വഴിയിലാണെങ്കിൽ ജാസ്മിൻ മുൻകൂട്ടിയിട്ട് ഉപ്പയുടെ അടുത്ത് ഇത് പറഞ്ഞു വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അകത്ത് ഇത്രയും ഈ ഒരു ഇവരുടെ ഒരു കോമ്പിനേഷൻ ഡ്രാമ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ജനങ്ങൾ ഇത്രയധികം ഇതൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു പോസിറ്റീവ് ഷെയ്ഡിൽ പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇവർ ഈ കോംബോ സ്റ്റാർട്ട് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞ, അകത്ത് എന്ത് ചെയ്താലും പുറത്ത് എന്ത് നടക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ കൂടിയും അകത്ത് നിന്നപ്പോൾ എനിക്കറിയില്ല പുറത്ത് എന്തൊക്കെയാ എന്റെ ട്രോള് വന്നത് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ ഒരു പോസിറ്റീവ് രീതിയിലായിരിക്കും ഇവർ ഈ ഗെയിം പ്ലാൻ ചെയ്ത് പോയത്. പക്ഷെ പുറത്ത് ഇത്രയും നെഗറ്റീവ് ഷെയ്ഡ് ഇത് വന്നെന്നുള്ളത് ഞാനും പുറത്തിറങ്ങിയിട്ടല്ലേ അറിയുന്നത് ഇത്രയധികം നെഗറ്റീവ് ആയിരുന്നു. അല്ല, മനസ്സിലായി എനിക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ചിലപ്പോൾ അതിനൊരു തടയിടാൻ, ഇതിനെ ഒരു പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഒരു കോളാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അവരെന്താ സംസാരിച്ചെന്ന് അറിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഉപ്പ അങ്ങനെ വിളിക്കുന്നു,
ഹോസ്പിറ്റൽ കേസാണ്, സർജറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നു. പക്ഷേ ഈ വിളിക്കുന്ന കോളിൽ പുറമേ നിന്നുള്ള നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ അറിയിക്കാൻ കൂടി വേണ്ടിയുള്ള മാർഗമായി ഉപയോഗിച്ചു എന്നാണ് എന്റെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്, ആയിരിക്കാം ആണ്. ആയിരിക്കാം. പക്ഷെ അത് ബിഗ് ബോസിനോ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനോ മറ്റാർക്കും അത് മനസ്സിലാവില്ലല്ലോ. ഇവര് തമ്മിലല്ലേ സംസാരിച്ചിരിക്കുന്ന കോള്. ഞാൻ അതാ ചോദിക്കുന്നേ. ഇപ്പം എനിക്കൊരു കോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു, എൻ്റെ മോക്ക് സുഖമില്ല എന്നുള്ളൊരു കോള് വന്നാൽ ആ കോള് ഞാൻ എൻ്റെ മോളുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എനിക്കത് കോള് തന്നാൽ ഞാനും മോളും കൂടി സംസാരിച്ചെന്തെന്ന് എനിക്കും മോക്കുമല്ലേ അറിയൂ. മോക്ക് വേണമെങ്കിൽ ഞാനും മോളും തമ്മിലുള്ള ടോക്ക് എന്താന്നുള്ളത് ഞങ്ങൾക്കേ അറിയൂ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ മോളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. പിടികിട്ടോ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ ആ ഒരു കോള് ചിലപ്പോൾ കോഡ് ഭാഷ ഉണ്ടാവും. അപ്പൊ എനിക്ക് എൻ്റെ മോളുമായിട്ടുള്ളത് എനിക്കറിയാം. അവള് ഒന്നും പറയാതെ അമ്മ ടെൻഷനൊന്നും വേണ്ട, അമ്മ കൂളായിട്ട് കളിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം പുറത്തെല്ലാം ഓക്കെ ആണ്, അമ്മ കളിച്ചോ, അല്ല അമ്മ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കളിക്കമ്മ, അമ്മ വിഷമിക്കണ്ടമ്മ എന്നൊക്കെ പറഞ്ഞൊരു ഇത് ടോണിലാ പറയുന്നത്. എനിക്കറിയാം പുറത്ത് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, മൈൻഡാണ് സംഭവം. ചിലപ്പോ ഉറപ്പായിട്ടും അത് നീതികേട് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ ഗെയിം പ്ലാൻ. അതാണ് ഈ ഗെയിം എന്നുള്ളത് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത്. എന്നെ പോലെ ഈ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ ഗെയിമിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കണ്ണിങ്ങും ബുദ്ധിയും ഒക്കെ കൂടിയവർക്ക് പറ്റും. അതാണ് ദാറ്റ്സ് എ ഗെയിം പ്ലാൻ. സോ കൗണ്ടർ പോയിന്റ് നമ്പർ 3, റോക്കി ബായ് പുറത്തു പോകണമെന്ന് യമുന റാണി ആഗ്രഹിച്ചിരുന്നു. ഉറപ്പായിട്ടുമില്ല. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പുള്ളി. അവിടെ സംസാരിച്ചിരുന്ന ഒരു 80% കാര്യങ്ങളും കറക്റ്റ് പോയിന്റ്സ് ആയിരുന്നു. പക്ഷേ 20% ഒപ്പം നിന്ന് അതിന്റെ റൂളിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശാരീരികമായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഒരാൾ ബുദ്ധിമുട്ടിക്കരുത്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യരുത്, എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് പ്രൊവോക്ക് ചെയ്തതിന്റെ പേരിലാണെങ്കിലും ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ ചെയ്ത ഒരാൾ പുറത്തു പോകുമ്പോൾ അത് പോവരുത് ആഗ്രഹിക്കാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഞാൻ അതല്ലല്ലോ എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ, അതല്ലല്ലോ ആണ് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. അത് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചത് ഈ സംഭവത്തിന് ശേഷമല്ലേ. അല്ലാതെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, റോക്കി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ വന്നപ്പോ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചോന്നാണോ ചോദിച്ചത്? കാണുമ്പോ ഈ സംഭവത്തിനെ ബേസ് ചെയ്താണോ ചോദിച്ചത്? സംഭവത്തിനെ ബേസ് ചെയ്താണെങ്കിൽ പോയേ പറ്റൂ. ഞാൻ തന്നെ അതിന് മുന്നേ തന്നെ ആ ഒരു ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് അതിശക്തമായ ഒരു ഫൈറ്റ് വന്നിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ ആ സമയത്തും പറഞ്ഞു. പക്ഷേ ഈ സംഭവം പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ഇത് കണ്ട് പ്രേക്ഷകർ ഏത് രീതിയിലേക്ക് വിലയിരുത്തുന്നതിനനുസരിച്ചുള്ള തീരുമാനം മാറ്റലായില്ലേ? മനസ്സുകൊണ്ട് പോവരുതെന്നായിരുന്നില്ല ആഗ്രഹം. ഇല്ല, ഈ ഒരു ഇൻസിഡന്റ് നടന്ന് അതാ ഞാൻ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചോദിച്ചാൽ മനസ്സിലായില്ല. അതാ ഞാൻ അങ്ങനെ പറഞ്ഞ. ആദ്യം ഫസ്റ്റ് റോക്കി വന്നു, അവിടെ അവര് ഒരുപാട് ഇഷ്യൂസ് അവിടെ നടന്നല്ലോ. റോക്കി വന്ന് അവിടെ ജിൻജോയായിട്ടും സിജോയായിട്ടും ഗബ്രിയായിട്ടും ഒക്കെ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്തത്. ആ സമയത്ത് ഞാൻ പറഞ്ഞത്, ആ സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും പറയുന്ന പോയിന്റ്സ് വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ അന്ന് ലാലേട്ടൻ വന്നപ്പോഴും ഒരു ചോദിച്ചപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് ഒരു ടാഗ് കൊടുക്കാൻ പറഞ്ഞല്ലോ ഒരു ഇതില്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ റോക്കിക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തത്. അപ്പൊ റോക്കി പോലും ഞെട്ടിപ്പോയി. കാരണം അപ്പോഴും ഞാൻ റോക്കിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ വെച്ചിട്ട് പറഞ്ഞു, റോക്കി പറയുന്ന 80% പോയിന്റ്സും കറക്റ്റാ, പക്ഷെ 20% വേർഷൻ എന്ന് പറയുന്ന ദേഷ്യം വന്നു കഴിഞ്ഞാൽ റോക്കി ചെയ്യുന്നത് റോക്കിയുടെ കയ്യിൽ നിൽക്കുന്നില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ അത് ഡേഞ്ചറാണ്. അതൊന്ന് ഒതുക്കി പിടിച്ചാൽ റോക്കിക്ക് ഇവിടെ 100 ദിവസം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ചോദിച്ചോട്ടെ, റോക്കി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു? ഇല്ല, ആഗ്രഹിക്കുന്നില്ല. കാരണം റോക്കി ചെയ്ത വളരെ തെറ്റായ ഒരു കാര്യം. കാരണം നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ അത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് തന്നിട്ട് അത്രയും വായിച്ച് പഠിച്ച് ഒപ്പിട്ട ഒരാളാണ് ഞാൻ. അതിലെല്ലാം പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. ഫിസിക്കൽ അസോൾട്ട് നമ്മൾക്ക് ഇവിടം വരെയുള്ള സ്പേസേ ഉള്ളൂ, മറ്റൊരാൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കുള്ള സ്പേസാ, അങ്ങോട്ടേക്ക് വരരുത്, ഒരാളുടെ ദേഹത്ത് ഇഷ്ടമില്ലാതെ തൊടരുത്, വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം, വേറൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ അങ്ങനെ ഒരു 100 അടുത്ത് ആ റൂൾസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം വായിച്ച് അകത്ത് കയറിയിട്ട് നമുക്ക് തോന്നിവാസം പോലെ ചെയ്യാന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അപ്പം റോക്കി തിരിച്ചു വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തർക്കങ്ങളും വാഗ്ദാനങ്ങളും മുമ്പും ഉണ്ടായിട്ടുണ്ട് അല്ലെ? അപ്പോൾ ബിഗ് ബോസിനകത്തിരുന്ന സമയത്ത് തന്നെ ഇത്രത്തോളം അക്രമവാസന ഉണ്ടായിരുന്ന ഒരാളെ മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് യമുന റാണി. അക്രമവാസന എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സമയത്ത് നമ്മളൊരു ടാസ്ക് ചെയ്തു, മറ്റേ ബോൾ എറിഞ്ഞിട്ടുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ടീമിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാനും ഗബ്രിയും ശ്രീരേഖയും കൂടാണ് അത് തടഞ്ഞു നിന്ന. ബോൾ എറിയുമ്പോൾ ബാക്കിൽ നമ്മുടെ ജാസ്മിൻ നിന്നിട്ട് മറ്റേ ഇത് കപ്പ് വെച്ചിട്ടൊരു ഇത് ട്രയാങ്കിൾ ഷേപ്പിലുണ്ടാക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം അതിനെ എറിഞ്ഞിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ എറിയെ തടയുക എന്നുള്ളതാണ് എൻ്റെയും ഗബ്രിയുടെയും ശ്രീരേഖയുടെയും ഡ്യൂട്ടി. അപ്പം നമ്മൾ നിൽക്കുമ്പോൾ റോക്കിയാണ് ഓപ്പോസിറ്റ് ബോളർ ചെയ്യുന്നത്. ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ ഗബ്രി ഭയങ്കരമായിട്ട്, ആ ടാസ്ക് നടക്കുന്ന സമയത്തും ഗബ്രി ഭയങ്കരമായിട്ട് റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊവോക്ക് ചെയ്യുന്ന അത് ഗെയിമിൻ്റെ പാർട്ടാണ്. പ്രൊവോക്ക് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് റോക്കി അപ്പം
ട്രിഗറായി ഇങ്ങനെ എറിയുന്നുണ്ട്. അപ്പം ഞാൻ ഗബ്രിയോട് പറഞ്ഞു, ഗബ്രി ഇത്ര അങ്ങ് പ്രൊവോക്ക് ചെയ്യേണ്ട, കാരണം ഞാനും ശ്രീരേഖ അപ്പുറം ഇപ്പുറം നിൽക്കുക, വല്ല ഇതായിട്ട് കണ്ട. അപ്പം ചേച്ചി ഇതൊക്കെ ഗെയിമാണ്, അതിൻ്റെ അത് അങ്ങ് ആ ഒരു രീതിയിലാക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെ അവിടെ വലിയ വിഷയം നടന്നു. റോക്കി വന്നിട്ട് മറ്റേ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് പൊട്ടിച്ചു. അതൊക്കെ ഒരു വിഷയമായി. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിട്ടല്ലോ ഞങ്ങൾ പവർ ടീം റോക്കിയെ. ഈ പിടിച്ചു വെക്കലേ ശരിക്കും അപ്പൊ ഈ അക്രമാസനെ മുമ്പ് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും ദൃക്സാക്ഷി കൂടിയാണ് അല്ലെ ചേച്ചി. അപ്പൊ പോലും ഇത് റോക്കിയോട് ഇത് സംസാരിക്കാനോ ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കരുത് ഇവിടെ എന്നുള്ളത് ഒരു സീനിയർ ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് കൂടിയും പറയാൻ തയ്യാറായിരുന്നില്ല. ഇത് എവിടേക്കോ എവിടേക്കോ ഇൻഡയറക്റ്റ് ആയിട്ട് ആളെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യല്ലേ. ആള് പ്രതികരിക്കുന്നതിനും റിയാക്ട് ചെയ്യുന്നതിനും തന്റേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്നും കൂടിയല്ലേ പറഞ്ഞു വെക്കണേ അല്ലെ. പ്രൊവോക്ക് ചെയ്ത് ട്രിഗർ ആവുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് വയലന്റ് ആവുന്നുണ്ടായിരുന്നു. അത് ഞാൻ റോക്കിയോട് പറഞ്ഞിട്ടുണ്ട്. വയലൻസ് ആ ഒരു സംഗതി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതാ നിങ്ങൾക്ക് ബോധമില്ലാതെ വന്നിട്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. സോ കൗണ്ടർ നമ്പർ 4 റെഡി. എല്ലാവരും പറയുന്നു ജാസ്മിൻ അത്രത്തോളം ഹൈജീനിക് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് അല്ല എന്നുള്ളത് വ്യക്തി എന്ന നിലയിലും ആണോ? അതെ, തീർച്ചയായിട്ടും അതെ. ഞാൻ എത്ര പ്രാവശ്യം അവിടെ കുളിക്കാൻ പറയുമായിരുന്നു, ജാസ്മിൻ ഒന്ന് പോയി കുളിമോളെ. എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പോയി കുളിയടി എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഒന്ന് പോയി കുളിമോളെ. പെൺകുട്ടികളായ രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് വേണം അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കയറാൻ എന്ന രീതി വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയല്ല, ആൺകുട്ടികൾ കുളിക്കണം, എന്നാലും അടുക്കളയിൽ പെരുമാറുന്ന വ്യക്തികൾ കുളിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ് എന്നെ സംബന്ധിച്ച്. പഴയ രീതിയൊന്നുമല്ല, നമ്മൾ ഹൈജീനിന്റെ പാർട്ടാണത്. അല്ലാതെ കുളിച്ച് കുറിയും തൊട്ട് ചന്ദനക്കുറിയിട്ട് വരണമെന്നല്ല പറയുന്നത്. കുളിച്ചിട്ട് ഹൈജീനായിട്ട് അടുക്കളയിലേക്ക് കയറുക, ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭയങ്കര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് വിളമ്പുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം. അപ്പോൾ ഞാൻ കിച്ചൺ ടീം ആയിരുന്നപ്പോൾ ജാസ്മിൻ നമ്മുടെ കിച്ചൺ ടീമിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഒന്ന് കുളിച്ചിട്ട് വാ മോളെ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം കൂടുമ്പോഴേ കുളിക്കൂ. ഇങ്ങനെ പറയുന്ന ഒരാളെ എനിക്ക് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. മോശമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ അത്. എൻ്റെ മോൾ അതാണ് പറഞ്ഞത്, എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ തലയിൽ കൂടെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തേനെ. പോയി കുളിയടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 2 പൊട്ടീനും കൊടുത്തേനെ. പക്ഷെ എനിക്ക് അവിടെ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഇവരെ ഒന്നും വൃത്തി പഠിപ്പിക്കാൻ പറ്റില്ല, പറയാനേ പറ്റുള്ളൂ. അത് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു തോട്ടാണ്. ശരിയാണ്, നമ്മളൊരു ഷോയിൽ വന്ന് നിൽക്കുന്നു, ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഇത് പബ്ലിക്ക് കാണുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് വൃത്തിക്ക് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹൈജീനിൻ്റെ പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ അവിടെ. ഒരാൾക്കൊരു അസുഖം വന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത് പടർന്നു പിടിക്കും. കാരണം ഇതൊരു അടച്ചൊരു വീടാണ്, ഫുൾ AC ആണ്. നമുക്ക് ഒരാൾക്കൊരു വയ്യായ്ക വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അത് പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിൽക്കുന്ന 19 പേര് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അത്. അതിപ്പോൾ പറയാനേ പറ്റൂ. ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോയി കുളിമുറി നിർത്തി കുളിപ്പിക്കാൻ പറ്റില്ല. കാരണം ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരം തന്നെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചേനെ. കാരണം അത് 2 വയസ്സോ 4 വയസ്സായ പെൺകുട്ടിയല്ല, 25 വയസ്സായ കുട്ടിയാണെന്ന് പറയുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ഒരു 21 ആയിരിക്കും. അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അപ്പം കുറച്ചുകൂടെ ചെറിയൊരു കുട്ടിയാണ്. പക്ഷെ പിന്നെ അവിടെ പറയുന്ന കേട്ടല്ല 25 വയസ്സായെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എനിക്കറിയില്ല. എന്തായാലും ഒരു 3-4 വയസ്സായ കുഞ്ഞൊന്നും അല്ലല്ലോ, ഇത്രയും വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബോധമുണ്ടല്ലോ. പിന്നെ ആ കുട്ടി പറയുന്ന സംസാരങ്ങൾ പോലും അതിശക്തമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കേൾക്കുമ്പോൾ ആ വാക്കൊക്കെ ഞാൻ സത്യത്തിൽ ബിഗ് ബോസിൽ പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ അത്രയും ശക്തമായ വാക്കുകൾ ഉപയോഗിക്കാൻ പോലും കഴിവുള്ളൊരു കുട്ടിക്ക് കുളിക്കുന്ന കാര്യമൊക്കെ ഒരാൾ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ട് കുളിക്കണം എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. എങ്കിലും ഒറ്റ വാക്കിൽ ചോദിച്ചോട്ടെ, അതിനകത്ത് ജാസ്മിന് പേടിയായിരുന്നോ? ഞാനെന്തിനാ ജാസ്മിനെ പേടിക്കുന്നേ? ജാസ്മിനെ എന്നല്ല, അതിനകത്തുള്ള ഒരാളെ എനിക്ക് പേടിയില്ല. നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? സംസാരിക്കുന്ന ശബ്ദം ഉയർത്തുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു, ഇത്രത്തോളം ശബ്ദം ഉയർത്തിട്ട് അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇത്രത്തോളം ശബ്ദം ഉയർത്തിയില്ലെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? ഞാൻ പല സിറ്റുവേഷനിലും ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് ഞാൻ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അവിടെ പോലും പരിഗണനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മുമ്പ് തന്നെ ചേച്ചി പറഞ്ഞു. എന്ത് പരിഗണന? ആർക്ക് പരിഗണന? സംസാരിക്കുന്നതിലെ ശബ്ദത്തില് എവിടെ എങ്ങനെ അവരെങ്ങനെ എടുക്കും, അത് ഞാൻ അവരുടെ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അധികം സമയമായി അതൊരു മെച്ചുവേർഡ് ആയ ഒരു വ്യക്തി എന്ന നിലയിൽ, 2 പെൺകുട്ടികളുടെ അമ്മ എന്ന നിലയിലും എനിക്ക് തോന്നിയ ബോധമാണത്. മനസ്സിലാക്കി മാത്രമല്ല 2 കുട്ടികളുടെ അമ്മയാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ 3-ാമത്തെ ആഴ്ച മാറി ഞാൻ സംസാരിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റ് അവേ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. ഞാൻ ഗബ്രി ജാസ്മിനും ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കേണ്ടത്, യമുന റാണി എന്ന് പറയുന്ന ഒരാൾ ഇന്ന് പെട്ടെന്ന് മുളച്ചു വന്ന ഒരാളല്ല. 10-30 വർഷമായി ഇൻഡസ്ട്രിയിൽ നിന്ന് ദൂരദർശൻ എന്ന് പറയുന്ന സാധനം, ആദ്യത്തെ മെഗാ സീരിയൽ മാനസി എന്ന് പറഞ്ഞൊരു സാധനം തൊട്ട് വന്ന ഒരാളാണ്.
Okay. അപ്പം അങ്ങനെ ഒരാള് ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ വന്ന് ഇങ്ങനെ ഒരു എന്താ നിങ്ങൾ ഈ പറയുന്ന ഹോട്ട് സീറ്റിൽ വന്നിരിക്കണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോ അതിന് മുമ്പ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസോ എത്ര വർഷോ എന്നുള്ളതൊന്നും അങ്ങനല്ല നിങ്ങൾ അതൊക്കെ ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എല്ലാവരും ഈക്വൽ ആണ്. അതൊക്കെ ഈക്വൽ ആണ്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഒരാളെ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് ചോദിക്കണം. അങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വന്ന് ഇരിക്കില്ല യമുനാറാണി. എന്റെ ചോദ്യം ഒരിക്കലും എക്സ്പീരിയൻസിന്റെ അളവുകോൽ മാനദണ്ഡം കണക്കാക്കിയിട്ടല്ല. അവിടെ എത്തുന്ന മത്സരാർത്ഥികൾ ഈക്വൽ ആണ് എങ്കിൽ അവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ പറയാതെ ഇപ്പോ ഇത്രത്തോളം ആരാ പറഞ്ഞ അവിടെ പറഞ്ഞില്ല? നീ ചോദിച്ച ചോദ്യത്തിന്റെ ഈ പറഞ്ഞ ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞ ഉത്തരവാ. നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടില്ല, നിങ്ങൾ പോയിരുന്നു കാണാം. കണ്ടിട്ട് വന്നിരുന്ന എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം നിങ്ങൾ എപ്പിസോഡ് ഫുൾ കണ്ടിട്ട് ഞാൻ ഉണ്ടായിരുന്ന ആ 27 ദിവസവും കണ്ടിട്ട് വന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നിട്ട് ഞാൻ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുക. അല്ലാതെ ഇനി ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കണ്ടതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് ഈ ശബ്ദത്തിൽ ഈ രീതിയിലല്ല സംസാരിച്ചത്. ഈ രീതിയിൽ ഒരിക്കൽ പോലും സംസാരിച്ചു എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുമോ? ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ജിൻഡോ അടുത്ത് ജിൻഡോ അനാവശ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു. നിങ്ങൾ അതായത് പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി എപ്പിസോഡ് കാണുക. ജാസ്മിന്റെ ഗബ്രിയുടെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3rd വീക്കിൽ അവരോട് എങ്ങനെ വേണം ഞാൻ സംസാരിക്കേണ്ടത്, എന്റെ ഭാഷ എങ്ങനെ വേണം ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. കാരണം അതിന് സമ്മതിച്ചല്ലോ, ഞാൻ എന്നോട് സ്ട്രൈറ്റ് അവേ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. അപ്പൊ ഇപ്പൊ യമുന ചേച്ചി പറഞ്ഞു ഞാൻ അവിടെ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് ജാസ്മിന്റെ ഗബ്രിയുടെ കാര്യമല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ ആദ്യവും പറഞ്ഞത്. ഞാൻ ഇപ്പൊ ചോദിച്ചത് സംസാരിക്കാൻ ഇത്രത്തോളം ഉയർത്തി സംസാരിക്കാൻ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോ ഇത്ര ഉയർത്തി ഒരു അമർഷം രോഷവും വരുന്നത് ചേച്ചിയുടെ വാക്കുകൾ വേറെ ഞാൻ ഇവിടെ ഇപ്പൊ സംസാരിക്കുന്ന കാര്യം പറഞ്ഞേ. ഇതിനേക്കാൾ അപ്പുറമല്ലേ അന്ന് സംസാരിച്ച് ജിൻഡോ അവിടെ നിൽക്കുന്നത് പോലും, ഇന്ന് ജിൻഡോ അവിടെ നിൽക്കുന്നത് പോലും യമുന റാണി എന്ന വ്യക്തി അന്ന് ജിൻഡോയ്ക്ക് മാപ്പ് കൊടുത്തോണ്ടാണ്. അറിയോ നിങ്ങൾക്ക്? ജിൻഡോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കുന്നത് യമുന റാണി അന്ന് ക്ഷമിച്ചതുകൊണ്ടാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതാ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആലോചിച്ച് സംസാരിക്കുക ആദ്യം കണ്ടിട്ട്. അല്ലെങ്കിൽ ജിൻഡോ ആദ്യത്തെ ആഴ്ച തന്നെ ജിൻഡോ പുറത്തു പോയേനെ. രതീഷിന് പകരം ജിൻഡോ ആയിരുന്നു പോകേണ്ടിയിരുന്നത് അന്ന്, ഞാൻ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ. ഈ ഇപ്പോ ഇത്രത്തോളം അവിടെ നിന്നു ക്ഷമിച്ചിരുന്നു പറഞ്ഞു, അത് മാത്രമാണ് റീസൺ? ജിൻഡോയ്ക്ക് പ്രേക്ഷക കിട്ടിയ പിന്തുണയും അതിനൊരു കാരണം അല്ല. ജിൻഡോ അത് കഴിഞ്ഞ് മാറ്റി പിടിച്ചല്ലോ ഗെയിം. ജിൻഡോയ്ക്ക് മനസ്സിലായി ജിൻഡോ ചെയ്ത തെറ്റെന്താണെന്നും. ജിൻഡോ അത് കഴിഞ്ഞ് ജിൻഡോയുടെ ഗെയിം പ്ലാൻ മാറ്റി പിടിച്ചു. ജിൻഡോ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. ജിൻഡോ ഇപ്പം എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ജിൻഡോ എത്തും. ചിലപ്പോൾ ഫസ്റ്റ് എന്താ പറയാ കപ്പ് അടിച്ചോണ്ട് പോകുന്നതിന് എനിക്കിപ്പോ സംശയമുണ്ട് കാണുമ്പോൾ ജിൻഡോ. എങ്കിൽ ഇതേപോലെ ഇപ്പോഴും ജാസ്മിൻ ഗബ്രിയും കൂട്ടി വെക്കുമ്പോ ചേച്ചിയുടെ തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജാസ്മിൻ ഈ ഒരുമിച്ചല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമെങ്കിൽ ഫിനാലിൽ വരെ വരുന്നു തോന്നുന്നുണ്ടോ? കപ്പടിക്കുന്നു തോന്നുന്നുണ്ടോ? കപ്പിന്റെ കാര്യം എനിക്കറിയില്ല ഫൈനൽ. കാരണം ഇനിയും കുറെ ദിവസം കിടക്കുകയാണ്. ഇനിയും കുറെ ദിവസം കൂടി ഇനിയും പകുതി ദിവസങ്ങൾ ഇനിയും കിടക്കുകയല്ലേ. അപ്പം ഗെയിം മാറി വരും. പക്ഷെ ജാസ്മിൻ ഗബ്രിയിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് കളിച്ചാൽ ടോപ്പ് 5 ജാസ്മിൻ എത്തും. അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ്. ഗെയിം കളിക്കാൻ പൊട്ടൻഷ്യൽ എന്നാണ് ഞാൻ പറയുന്നത്. ഗെയിം ബിഗ് ബോസ് എന്ന ഗെയിം കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ് ജാസ്മിൻ. മറ്റൊന്നുമല്ല. ഇതിനെ വളച്ചൊടിച്ച് നിങ്ങൾ ഇനി വേറൊരു കഥ എഴുതുന്നത് അതുകൊണ്ടല്ല. പക്ഷെ അങ്ങനെ ഗബ്രിനെ വിട്ട് നിൽക്കെങ്കിൽ ഫിനാലിൽ എത്തുമെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തെ വശത്ത് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഗബ്രി നിൽക്കുന്നത് ജാസ്മിന്റെ സപ്പോർട്ടിലാണെന്നാണ് പറയുന്നത്. ആദ്യമേ അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾ കണ്ട ഞാനാണ് ഗബ്രിയോട് ഫസ്റ്റ് പറയുന്നത്. 2ാമത്തെ ആഴ്ച ഒരു തുടങ്ങിയ സമയത്ത് അത് ടെലികാസ്റ്റ് ആയോന്ന് പോലും എനിക്കറിയില്ല. ഗബ്രി വന്ന് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് പേഴ്സണലി, ചേച്ചി ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു കോംബോ പുറത്ത് എങ്ങനെയായിരിക്കും ചേച്ചി ജനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തായിരിക്കും ജനങ്ങൾ കരുതുന്നത് എന്ന് എന്നോട് പേഴ്സണലി ഗബ്രി ചോദിച്ചതാണ് 2ാമത്തെ ആഴ്ച. അന്ന് ഞാൻ ഗബ്രിയോട് സ്ട്രേറ്റ് അവേ പറഞ്ഞു, ഗബ്രി നീ ജാസ്മിൻ്റെ നിഴലായി നിന്നാൽ ഈ കളിയിൽ നീ മുന്നോട്ട് അധിക ദൂരം പോവില്ല. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. നീ നിഴലായി നിന്നുകൊണ്ട് നീ മുന്നോട്ട് പോകത്തില്ല. നീ അത് വിട്ടിട്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് വന്നേന്ന് പറയുക, സംസാരിക്കുക. അങ്ങനെ നിന്നാൽ നിനക്ക് നിൽക്കാം. ഇല്ലെങ്കിൽ നീ പുറത്തു പോകും, ജാസ്മിൻ ഇതിനകത്ത് കാണും. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഗബ്രിയോട് പറഞ്ഞത്. അതിന് ശേഷമാണ് ഗബ്രി പുറത്തു വന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഇനി ഇതിൽ കൂടുതൽ യമുന റാണി എന്ത് ചെയ്യണം? അവരെ ഇടി കൊടുക്കണോ, അടിക്കണോ? നിങ്ങൾ ഈ പറയുന്നത് യമുന റാണി മെച്ചോടാന്ന് പറഞ്ഞ എല്ലാത്തിനെയും മറ്റേ ചന്തിക്ക് എന്നിട്ട് ഞാൻ ബിഗ് ബോസിനോട് അവിടെ വെച്ച് പറഞ്ഞു, ബിഗ് ബോസ് ഒരു ചൂരൽ എനിക്ക് കൊണ്ടുതരും, എല്ലാത്തിനും ചന്തിക്കിട്ട് ഞാൻ കൊടുക്കട്ടെ എന്ന്. അടിക്കാൻ തോന്നിയിട്ടുള്ള ഒരാളാരാ അവിടെ? അത് ജാസ്മിന് തന്നെയാണ്. സത്യം പറഞ്ഞ ജാസ്മിന് തന്നെയാണ് നല്ല 2 കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള പല സമയത്തും. അതിലൊരു സംശയമില്ല. ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് തോന്നുമല്ലോ, നമ്മുടെ മക്കളെ പോലൊക്കെ കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ ഇപ്പൊ എന്റെ മോളാണ് ഈ ചില കാര്യങ്ങൾ കണ്ട അടി ഞാൻ കൊടുക്കും മോളെ. പക്ഷെ നമുക്ക് ആ ജാസ്മിനെ അടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് തോന്നിയിട്ടുള്ളത്, കാരണം എനിക്ക് ജാസ്മിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഇഷ്ടം പുറത്ത് പോവില്ല സാധ്യതയില്ലായിരുന്നെങ്കിൽ കൊടുത്തേനെ, ചന്തിക്ക് കൊടുത്തേനെ. ചന്തിക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചന്തിക്ക് കൊടുത്തേനെ.